അലക്സാണ്ടറെ പോലൊരു ബ്രഹ്മാണ്ടത്തെ കൊല്ലാനും മാത്രം വളർന്നവരാണോ ഈ കല്യാണിയും കൃഷ്ണകുമാറും ഒക്കെ? അവർക്കിടയിൽ ഉണ്ടായിരുന്ന പകയും പ്രതികാരമൊക്കെ സാറിന് അറിയാഞ്ഞിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു കുറച്ചു നാളത്തേക്ക് ചെറിയൊരു പ്രശ്നത്തിൽ തുടങ്ങിയതാ. ഒടുവിൽ അവസാനിച്ചത് അങ്ങേരുടെ ജീവനിലായി പോയെന്നേ ഉള്ളൂ. അല്ല, ഒന്നോർത്താൽ താൻ പറഞ്ഞാലും കാര്യമുണ്ട്. ശത്രുത വന്നാ പിന്നെ വലിപ്പച്ചെറുപ്പം നോക്കുന്ന പ്രശ്നമുണ്ടോ? കിട്ടുന്നിടത്ത് വെച്ച് സൗകര്യം പോലെ അങ്ങ് തീർക്കും. ഇവിടെ സംഭവിച്ചോ അത് തന്നെയാണ് സർ. ഉള്ളിലുണ്ടായിരുന്ന പകയും പ്രതികാരവും അവസരം കിട്ടിയപ്പോൾ അങ്ങ് തീർത്തതാ. ഏത് നേരത്താണാവോ അലക്സാണ്ടർക്ക് അവളെ തട്ടിക്കൊണ്ടുപോകാൻ തോന്നിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അന്ന് അങ്ങനെ ഒരു ദുർബുദ്ധി കാണിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാൾ കൂടി അയാൾ ജീവിച്ചിരുന്നേനെ, അല്ലടോ? ശരിയാണ് സർ. പക്ഷേ ഇത്രയും പക അവളുടെ മനസ്സിലുണ്ടെന്ന് അദ്ദേഹം ഓർത്ത് കാണില്ല. വിശ്വനാഥൻ അപ്പോൾ ഉറപ്പാണല്ലേ കൊന്നത് അവര് തന്നെയാണെന്ന്? തീർച്ചയായും സർ. അലക്സാണ്ടർ എന്തിന് കല്യാണിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരം റിപ്പോർട്ട് കണ്ടില്ലല്ലോ. അല്ല സർ, അതിപ്പോ മകനെ ജയിലിൽ കയറ്റിയതിന്റെ ഒരു പക അയാൾക്കും ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നിരിക്കാം സർ. ഒരു പക്ഷേ കൊല്ലാൻ ഉദ്ദേശിച്ചു തന്നെ. സാധ്യതയുണ്ട് അല്ലേ സർ? പക്ഷേ അങ്ങനൊരു സൂചന പോലും റിപ്പോർട്ടിൽ കണ്ടില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഉദ്ദേശം എന്താണെന്നുള്ള ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും അന്വേഷണം പോയിരുന്നില്ല സർ. ചോദിച്ചറിയാൻ അങ്ങേരിപ്പോ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. അതെന്തെങ്കിലും ആട്ടെ. ഇനിയിപ്പോ അതിന്റെ പുറകെ പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഒരു ചായ ആവാം. ഈ അലക്സാണ്ടർ പേട്ട പേരും പെരുമയുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നല്ലോ. ആ വകുപ്പിൽ ശത്രുക്കളാരെങ്കിലും? ഏയ്, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല സർ. എനിക്കറിയാവുന്നതല്ലേ. ഓ, തന്റെ സുഹൃത്തുകൂടി ആയിരുന്നല്ലോ. ഞാനത് മറന്നു. അപ്പോ ജീവചരിത്രം മുഴുവൻ തനിക്ക് അറിയാം? ഏറെക്കുറെ. പ്രതികൾ ഇതുവരെ കുറ്റം സമ്മതിക്കാത്ത സ്ഥിതിക്ക് അന്വേഷിച്ചറിയാൻ കുറച്ച് കാര്യങ്ങളും കൂടി ബാക്കിയുണ്ട്. ചിലപ്പോ എനിക്ക് വിശ്വനാഥന്റെ സഹായം ആവശ്യമായിട്ട് വരും. പ്രതീക്ഷിക്കാലോ അല്ലേ? ഷുവർ സർ. Then okay, Mr. വിശ്വനാഥൻ. മതി 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 മതി. ശരിയല്ലേ? സർ, അസുഖമൊക്കെ മാറിയോ സർ? സർ, താനോ? വാടോ. ഒരാളിപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ കണ്ടു സർ. ഞാൻ അന്വേഷിച്ചതറിഞ്ഞു, അതുകൊണ്ടാ പാഞ്ഞു വന്നത്. എന്തു തോന്നി സാറിന് ആളെ കണ്ടിട്ട്? വെറുതെ അല്ല അലക്സാണ്ടറിന്റെ ഭാര്യ അയാൾക്കെതിരെ പരാതി അയച്ചത്. പഴയ പല്ലവി എന്നല്ലേ അയാൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത്. ചത്തത് അലക്സാണ്ടർ എങ്കിൽ കൊന്നത് കല്യാണിയും കൃഷ്ണകുമാറും. അതിനപ്പുറത്തേക്കൊന്നും അയാൾക്ക് താല്പര്യമില്ല. നോക്കട്ടെ എവിടം വരെ പോകുന്നു. സാറിനെ കാണാൻ ഇന്ന് ഗ്രീഷ്മ വന്നിരുന്നു ഓഫീസിൽ. ഏത് ഗ്രീഷ്മ? ഞാൻ പറഞ്ഞിരുന്നില്ലേ സാർ, കല്യാണിയുടെ വീട്ടിൽ താമസിക്കുന്ന? യെസ് യെസ്. എന്താ പ്രത്യേകിച്ച്? ഒരു റിക്വസ്റ്റുമായിട്ടാണ് വന്നത്. എന്ത് റിക്വസ്റ്റ്? വേറൊന്നുമല്ല സാർ, വിശ്വൻ സാറിൻ്റെ അന്വേഷണത്തിൽ കല്യാണിയാണല്ലോ പ്രതി. അറസ്റ്റും ചോദ്യം ചെയ്യലുമൊക്കെ ഒരുപാട് കഴിഞ്ഞതാ. അതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഈ അടുത്ത കാലത്ത് ഒന്ന് കലങ്ങി തെളിഞ്ഞത്. ഇനിയിപ്പോൾ സാറ് ചാർജ് എടുത്ത സ്ഥിതിക്ക് അതൊക്കെ ആവർത്തിക്കുമെന്ന് അവർക്കൊരു പേടിയുണ്ട്. അതൊന്ന് ഒഴിവാക്കണമെന്നാ. അതിനവർ പേടിക്കുന്ന പോലൊന്നും
ആ വഴിക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി അഥവാ പോകേണ്ടി വന്നാൽ തന്നെ അതൊരിക്കലും അവരുടെ സ്വൈര്യജീവിതം കെടുത്തുന്ന പോലീസ് മുറയിലൊന്നും ആയിരിക്കില്ല. വെറും ഒരു സന്ദർശനം. അങ്ങനെ ഒരു സൂചന ഞാൻ കൊടുത്തിരുന്നു സാർ. അത്ര തന്നെ ഉണ്ടാവൂ. നമുക്ക് കണ്ടെത്തേണ്ടത് യഥാർത്ഥ കുറ്റവാളികളെയാണ്. അവിടേക്ക് എത്താനുള്ള വഴി എന്തായാലും ഇതല്ല. ഭാസ്കരന്റെ ഭാര്യയോട് തന്നെ കാര്യമായിട്ട് ചോദിക്കേണ്ടി വരും. പക്ഷേ വിശ്വം സാറിന്റെ കാര്യം പറഞ്ഞ പോലെ അവരും ആ പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. എനിക്ക് അവരെ ഒന്ന് കാണണമല്ലോ വിജയ. വിളിപ്പിക്കാം സാർ. അങ്ങനെ ഒരു പോലീസ് മുറയിലൊന്നും വേണ്ട, അല്ലാതെ ഒരു കൂടിക്കാഴ്ച. കാര്യങ്ങളൊക്കെ വളരെ സൗമ്യമായിട്ട് ചോദിച്ചറിയണം. നമ്മൾ സംശയിക്കുന്ന പോലെ ഭാസ്കരൻ കൊല്ലപ്പെട്ടതാണെന്ന സത്യം അവർക്കറിയാം സാർ. അവരത് മറച്ചു വയ്ക്കുന്നതാ. അങ്ങനെ ഒരു സൂചന എനിക്ക് കിട്ടിയിരുന്നു. ആരാണെന്നോ അയാളുടെ മോട്ടീവ് എന്താണെന്നോ എനിക്കറിയില്ല. പേര് പോലും പറയാൻ മടിച്ചൊരാൾ. യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടതാ. പക്ഷേ നമ്മൾ സംശയിക്കുന്ന പലതും സത്യമാണെന്ന രീതിയിലായിരുന്നു അയാളുടെ സംസാരം, ഭാസ്കരന്റെ ഭാര്യയുടെ കാര്യം ഉൾപ്പെടെ. വിജയനെ അയാൾക്ക് എങ്ങനെ അറിയാം? അതൊന്നും ചോദിച്ചറിയാനുള്ള ഒരു അവസരം അയാൾ തന്നില്ല സാർ. ആളെ കണ്ടാൽ തിരിച്ചറിയാന്നല്ലാതെ. പിന്നെ അയാളുടെ വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് സാർ. KL01AF 7247. KL01AF 7247. ഡോക്ടർ പറയുന്നു കുഞ്ഞിന്റെ ആരോഗ്യത്തിന് അമ്മയുടെ പാൽ തന്നെ വേണം. അതുപോലെ ജോൺസൺസ് ബേബി പൗഡർ വേണം കുഞ്ഞിന്റെ ലോല ചർമ്മത്തിന്. ജോൺസൺസ് ബേബി പൗഡർ സുരക്ഷിതം, സൗമ്യം. ജോൺസൺസ് ബേബി 90% ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നത്. जीवन में अनंत नूर बन के आए नक्षत्र, नूर का झुरमुट नक्षत्र. മമ്മിയുടെ തലയിൽ ഐസ് പാക്ക്. പട്നായിലെ പപ്പുവിന്റെ ഐഡിയ ആയിരുന്നു. ഫുൾ ഫ്ലോപ്പ്. വേഗം വേറെ എന്തെങ്കിലും ഐഡിയ അയക്കേ. ലൈഫ് ബൈ UDA മമ്മിയിൽ നിന്ന് രക്ഷിക്കൂ. ശ്രീലങ്കയിൽ കാണാൻ പോകും ഓഫർ. യുണീക് കോഡിനൊപ്പം നിങ്ങളുടെ ഐഡിയ അയക്കൂ. എന്തെങ്കിലും ഐഡിയ തരൂന്നേ. ഓട്ടം കഴിഞ്ഞോ? എന്താ ഒരു ആലോചന? റിസൾട്ട് വന്നു. പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ്. ജോയിൻ NCPT. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് അനന്ത സാധ്യതകളാണ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിനുള്ളത്. അന്താരാഷ്ട്ര നിലവാരവും അത്യാധുനിക പ്രാക്ടിക്കൽ സൗകര്യവും സ്വന്തമായുള്ള അംഗീകൃത സ്ഥാപനമാണ് NCPT. ആൺകുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കുമുണ്ട് അവസരം. NCPT, the Global Fire and Safety Engineering Academy. ഒന്നാമതെത്താൻ, ഉയരങ്ങളിലെത്താൻ NCPT. ആഹാരം പകുതി കഴിച്ചാൽ പോഷണവും പകുതി ലഭിക്കും. അതിനാലാണ് ജൂനിയർ ഹോർലിക്സ്. ഇതിലുണ്ട് അയൺ, കാൽഷ്യം, വിറ്റമിൻസ്, പ്രോട്ടീൻ, ഒപ്പം അവശ്യ മിനറൽസും. ജൂനിയർ ഹോർലിക്സ് ഇപ്പോൾ A to Z പോഷണം ദിനവും. 50 വർഷത്തെ സംരക്ഷണ പാരമ്പര്യം. കൊളംബോ കുടകൾ. മഴയെങ്കിൽ കൊളംബോ കുട. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോരാടുന്നു ഉപ്പുവെള്ളത്തിന്റെ കറ, അടിഞ്ഞുകൂടി അഴുക്ക്, തുരുമ്പ് എന്നിവയോട്. അതിനാൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ അത്ഭുത ക്ലീനർ, ഈസി ഓഫ് ബാങ്ക്. സിംഗിളെയും ടാപ്പിലെയും ഈ കറ എളുപ്പത്തിൽ അപ്രത്യക്ഷമാകും. ഇത് തറയിലെ കഠിനമായ കറയും വൃത്തിയാക്കുന്നു. സ്റ്റീൽ, ടൈൽസ്, പ്ലാസ്റ്റിക്, തറ ഇവയിലെല്ലാം ഈസി ഓഫ് ബാങ്ക് അതിന്റെ അത്ഭുതം കാട്ടുന്നു. പുതിയ ഈസി ഓഫ് ബാങ്ക്. ബാങ്ക് അഴുക്ക് അപ്രത്യക്ഷം. മഴക്കാലത്ത് ദിവസേനയുള്ള ജോലികൾ നിലയ്ക്കുന്നില്ല, അതുപോലെ രോഗാണുക്കളും. എന്റെ ഡെറ്റോൾ ഏത് കാലാവസ്ഥയിലും ആരോഗ്യമേകുന്നു. വീട് തോറും ഡെറ്റോൾ എന്തെല്ലാം തന്നെ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഡെറ്റോൾ എന്തെല്ലാം ചെയ്യുന്നു. ഡെറ്റോൾ IMA ശുപാർശ ചെയ്യുന്നത്.